എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് സ്പ്രേ ബോട്ടിലാണ്. 4 സ്പ്രേ ബോട്ടിലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ വളരെ ഉപകാരമുള്ള എല്ലാവർക്കും ഉപകാരമുള്ള ഒരു ഐറ്റമാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സ്പ്രേ ബോട്ടിൽ എന്ന് പറയുന്നത് തീർന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് തീർന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇതൊരു 100 സംതിങ് രൂപക്ക് ഇത് വാങ്ങാറുണ്ട്. അപ്പം ഇത് ഒറ്റവട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് വേസ്റ്റാണ്. അതായത് നമ്മളിതൊന്ന് റീഫില്ല് ചെയ്ത് റീയൂസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. കാര്യം ഞാൻ പല ഉപയോഗത്തിന് എടുത്തിട്ടുള്ളത് സ്പ്രേ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വേറെ വാങ്ങണം. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് വേറെ ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വന്നേക്കുന്നത്. അതായത് ഇത് റീഫില്ല് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടും. ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ ഫുള്ളായി കാണുക. അപ്പം നേരെ വൈകുന്നില്ല, എങ്ങനെ നമുക്ക് റീഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പഴയ ബോട്ടിലാണ്, സ്പ്രേ ബോട്ടിൽ. അപ്പോൾ അതായത് നമുക്ക് തീർന്ന ഒരു ടീനാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ, അതായത് ഇതിൽ നിന്നും പെയിൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് തീർന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ വലുപ്പത്തിൽ നമുക്കൊരു ഹോൾ ഇട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ ഒരു രൂപത്തിൽ ഒരു ചെറിയ ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഗായ്സ് ഇതുപോലെ ഒരു കുപ്പി വേണം. ഈ ഒരു കുപ്പിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ ഗായ്സ് നമ്മൾ ഈ ഒരു രൂപത്തിൽ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഗായ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് ഈ ഒരു കുപ്പിയുടെ പീസ് നമുക്ക് ഇവിടെ ഈ ഹോൾ ഇട്ടെടുത്ത് കറക്റ്റ് സെൻറ്റർ നോക്കി വെച്ച് MC-യിലിട്ട് ഒട്ടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ MC-ൻ്റെ 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. ബ്ലാക്കും ഒരു റെഡല്ല, ബ്ലാക്കും ഒരു വെള്ളയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സൈഡിൽ സെൻറ്ററിൽ വെച്ചിട്ട് അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഗ്യാപ്പ് വരാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു എയർ പോയി കഴിഞ്ഞാൽ നമ്മൾ കാറ്റടിക്കുകയാണ്. അപ്പോൾ എയർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെയ്തതിൽ ഒരു ഇത് കിട്ടത്തില്ല. ഓക്കെ, നല്ലതുപോലെ നമുക്ക് അടച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബാൽക്കുറ്റിയാണ്. അപ്പോൾ ഇത് ബൈക്കിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സൈക്കിളിൻ്റെ കയ്യിൽ എടുക്കുക. ഇത് ഫുള്ള് സൈക്കിളിൻ്റെ ഇല്ല, ഇപ്പോൾ കുറച്ചേ ഉള്ളതിൽ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബൈക്കിൻ്റെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിത് 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഗായ്സ് നമ്മൾ ആ എടുത്ത കുപ്പിയുടെ അടപ്പ് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് സെൻറ്റർ നോക്കി
ഈ ഒരു രൂപത്തിൽ നമുക്ക് വെച്ച് ഹോളിട്ടിട്ട് MC വെച്ച് അടയ്ക്കാനുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ സെറ്റ് ചെയ്തതെല്ലാം നല്ലതുപോലെ സെറ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു അടപ്പിൻ്റെ ഒരു പാർട്ടും, അതായത് ആ ഒരു ഇതും എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതേ രൂപത്തിൽ നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വ്യത്യസ്തമായ വേറൊരു രീതിയുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അതാ നമുക്കിത് നല്ലതുപോലെ വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് പെയിൻറ്റ് കലക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വാട്ടർ പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മളെടുത്തേക്കുന്ന നമ്മുടെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് വാട്ടർ പെയിൻ്റാണ്. നമുക്ക് ഒരു ചെറിയ ബോട്ടിലോട്ട് നമുക്ക് ആക്കാം. ഓക്കെ, ഈ ബോട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ ഒരു ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് വെള്ളവും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രേ റീഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പെയിൻറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിതാ പെയിൻറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ കാറ്റടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് പമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് പമ്പ് വെച്ചാണ് നമ്മൾ കാറ്റടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിതാ കാറ്റടിക്കാൻ പോകണം. അപ്പോൾ ഓക്കെ, ഇതാ നമ്മൾ ഈ ഒരു നീഡിലോട്ട് ഇത് വെച്ച് കൊടുക്കാൻ പോകണം. ഈ രൂപത്തിൽ കയറ്റി വെച്ച് കൊടുക്കാം. ഇത് അവിടെ ഒരു സ്പ്രേ ഇപ്പോൾ നമ്മൾ കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ണം വിചാരിക്കും. ഇപ്പോൾ അടിച്ചു നോക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഗായ്സ് നല്ലതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് അടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക. നല്ലതുപോലെ പറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ടത് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ നല്ല വേറൊരു വിഷ്വലും കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ നോക്ക് നിങ്ങൾ, നല്ലതുപോലെ നമ്മളിതാ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സ്പ്രേ പെയിൻറ്റ് ബോട്ടിൽ കൊണ്ട് തന്നെയാണ് ആ ഒരു ഇത് കണ്ടത്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഫിനിഷോട് കൂടി ഇതാ നമ്മൾ നോക്കുക,
നല്ല ഫിനിഷോടുകൂടി നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പം നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്തത് കൊണ്ടാണ് നമുക്കിത് പറ്റിയത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഞാൻ വേറൊരു സ്ഥലത്തും കൂടി അടിച്ചും കാണിച്ചു തരാം. ഓക്കെ, ടെസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ അടിച്ചേക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ട് ഒത്തിട്ടുണ്ട്. അതായത് നമുക്ക് നല്ലതുപോലെ ഫിനിഷായിട്ട് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. 2-3 കോട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യമല്ല നല്ലതുപോലെ നമുക്കിതാ അടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഒഴിച്ചതിൽ വെള്ളം കൂടിപ്പോയി, അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. സംഭവം ഏതായാലും സെറ്റാണ്. ഇതൊരു ഉപകാരമുള്ള ഐറ്റമാണ്. ഇതാ ചെടിച്ചട്ടി, ചെടിയൊക്കെ നല്ല കിടിലനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, സ്പ്രേ പെയിൻറ്റിന് നമ്മളിതാ ഒരു കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഓറഞ്ച് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇതാ നമ്മുടെ സ്പ്രേ റീഫില്ലർ യൂസ് ചെയ്യുന്ന ഐഡിയ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് 2 ടിപ്സ് ഉണ്ട് ഇതിൽ. അതായത് ഒന്ന്, നമുക്കിതാ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു എന്താ പറയുക, കാറ്റടിക്കുന്ന ഈ ഒരു സംഭവമല്ലേ, അത് നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ വെക്കുമ്പം നമുക്ക് പെയിൻ്റ് ഒഴിക്കാൻ വേണ്ടി ഈ ഒരു ഇതിൽ കൂടെ പറ്റത്തുള്ളൂ. കാര്യം ഇത് മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അത് സ്രിഞ്ചൊക്കെ വെക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെയിൻ്റ് അടിക്കാൻ ഒരുപാട് നേരമൊക്കെ എടുക്കും. ഇത് സിമ്പിളായിട്ട് പറ്റും. പക്ഷേ ഇതിനുകൊണ്ട് കേട്ടോ ഒരു പ്രശ്നം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇവിടെ കുഴിക്കുകയാണ്, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുഴിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്രേ പെയിൻറ്റ് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ, പകുതി വരെ പെയിൻറ്റ് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. 2നും 2 പോരായ്മയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇതാന്ന് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ. കാര്യം പെയിൻറ്റ് ഒഴിക്കാനാണ് നമുക്ക് കൂടുതലും വേണ്ടത്. പിന്നെ ഇത്രയും പെയിൻറ്റ് നിറച്ചതിന് ശേഷം കാറ്റടിച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ കുറേ കഷ്ടപ്പെടണം പെയിൻറ്റ് ഒഴിക്കാനൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു. ഇതുപോലത്തെ വ്യത്യസ്തമായ ഉപകാരമുള്ള വീഡിയോ കിട്ടാനായി ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ഷെയർ ചെയ്തതിനെ കാണും. ഓക്കെ, ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഈ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കും അത് മാറി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ള പെയിൻറ്റ് ഇതിൽ നിറച്ചതിന് ശേഷം നമുക്കിപ്പോൾ നമ്മൾ ചെയ്ത പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുമരലിനൊക്കെ അടിക്കുന്ന പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളത്. കളർ പെയിൻറ്റ്, വാട്ടർ കളറാണ് അടിച്ചിട്ടുള്ളത്. അപ്പം അതിന് ചെറിയ കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് വരാൻ കുറച്ച് താമസം എടുക്കുന്നത് മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഇനാമൽ പെയിൻ്റൊക്കെയാണ് ഒഴിക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഫിനിഷായി കിട്ടും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾ ഏതായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചു പൊട്ടിച്ചേക്കാം. അപ്പോൾ അടുത്ത് കിടിലം വീഡിയോ കണ്ടുപിടുന്നത് എല്ലാവർക്കും ബൈ.